ബഹുമാന്യ അധ്യക്ഷൻ, വളരെയേറെ വികാരപരമായൊരു ചടങ്ങാണിത്. പല വാർഷികാഘോഷ പരിപാടികളിലും നമ്മൾ പങ്കെടുക്കാറുണ്ട്. ആ വാർഷികാഘോഷ പരിപാടികൾക്ക് പകരം ഇത് ജീവൻ നിലനിർത്തിയതിൻ്റെ വാർഷികാഘോഷ പരിപാടിയാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം നേരത്തെ ടി ഇസ്മായിൽ സൂചിപ്പിച്ചത് എടുത്തു തന്നെയാണ് കാര്യങ്ങൾ. ഇതര രാഷ്ട്രീയ പാർട്ടി പ്രവർത്തകൻ എന്ന നിലക്ക് അസൂയാപരമായ മറ്റ് രാഷ്ട്രീയ പ്രവർത്തകന്മാരെ അസൂയപ്പെടുത്തുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളുമായി നടത്തിയിട്ടുള്ള ആളുകളുടെ സംഗമം കൂടിയാണിത്. നാദാപുരം നിയോജക മണ്ഡലത്തിൽ ഇവിടെ നിന്ന് തുടങ്ങി മരുതോങ്കരയും കാവിലുംപാറയിലും എത്തി നിൽക്കുന്ന സന്നദ്ധ പ്രവർത്തകന്മാരുടെ ഒരു നിര ഞാനിവിടെ കാണുന്നു. ഞാൻ ഈ വേദിയിൽ വെച്ച് സംശയിച്ചിട്ട് പോയിട്ടുണ്ട്. ഈ പ്രവർത്തകന്മാരൊന്ന് കുറച്ച് ദിവസം സാന്ത്വന പരിപാലന പ്രവർത്തനം നിർത്തിയാൽ നാദാപുരം മേഖലയിലെ ആതുര സേവന പ്രവർത്തനങ്ങൾ അവസാനിച്ചു പോകുമെന്ന് ഞാൻ സംശയിച്ചിട്ടുണ്ട്. അതാണ് ഞാൻ ആമുഖമായി പറഞ്ഞത്. ജീവൻ നിലനിർത്തി പോരുന്നതിൻ്റെ 6ാം വാർഷികം ആഘോഷിക്കുന്ന ഒരു ചടങ്ങ്. ഈ ചടങ്ങിൻ്റെ വികാര നിർഭരതയെക്കുറിച്ച് നേരത്തെ പലരും സംസാരിച്ചു. വ്യക്തിപരമായി ഞാൻ പലപ്പോഴും അസൂയപ്പെട്ടിട്ടുണ്ട്. പുന്നക്കലും സൂപ്പിയും ബംഗ്ലത്തുമൊക്കെ വേദിയിലുണ്ട്, മറ്റ് പ്രവർത്തകന്മാരുമുണ്ട്. ഇവരൊക്കെ മഴയും വെയിലും അവഗണിച്ചുകൊണ്ട് ബൈക്കിലും നടന്നും വീടുകളിലേക്ക് കയറി ഇറങ്ങി ഈ നാട്ടിലെ പാവപ്പെട്ടവൻ്റെ അസുഖബാധിതൻ്റെ ജീവൻ നിലനിർത്തുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ വീട് വീടാന്തരം കയറി ഇറങ്ങി ഫണ്ട് ശേഖരിക്കുമ്പോൾ ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ എന്ന നിലക്ക് ഞാൻ അസൂയപ്പെട്ടു പോയിട്ടുണ്ട്. ഏതായാലും ഇന്നൊരു സന്തോഷകരമാണ്. മരുതോങ്കരയിൽ നിന്നും വന്ന ആളുകൾക്ക്, അല്ലെങ്കിൽ കാവിലുംപാറയിൽ നിന്ന് വന്ന ആളുകൾക്ക് അവിടെ പൈക്കലങ്ങാടിയിലേക്ക് ഇതിൻ്റെ ഒരു ശാഖ തുടങ്ങാൻ ഇതിൻ്റെ സംഘാടകർ തീരുമാനിച്ചപ്പോൾ ഞാൻ കഴിഞ്ഞ വർഷം ആലോചിച്ചിട്ടുണ്ട്, അങ്ങനെങ്ങാനുള്ള ആളുകൾ ഈ പാറക്കടവിനോട് കാണിക്കുന്ന ഒരു സ്നേഹം, ഇവിടുത്തെ ഈ മേഖലയോട് കാണിക്കുന്ന സ്നേഹം തിരിച്ചങ്ങോട്ട് നമുക്ക് കൊടുക്കാൻ സാധിക്കണം. 1-2 കാര്യം കൂടി സൂചിപ്പിക്കട്ടെ. ഇതിൻ്റെ തുടക്കത്തിൽ നാദാപുരത്തുകാരനായ ഒരു സുഹൃത്ത് ബഹുമാന്യനായ MP ഈ കെട്ടിടത്തിൽ വരുന്നത് എന്താണെന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഡയാലിസിസ് സെൻ്റർ ആണെന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു, ഡയാലിസിസ് സെൻ്റർ ഒന്നും അല്ലല്ലോ ഇപ്പം ആവശ്യം, അന്ന് 6 വർഷം മുമ്പ് ഇപ്പം ആവശ്യം അതല്ല എന്ന് പറഞ്ഞപ്പോൾ ഒരു പക്ഷേ ശരിയായിരിക്കാം. പക്ഷെ പിന്നീട് അന്ന് ചോദിച്ച വ്യക്തി ഇവിടെ ഡയാലിസിന് വന്ന് തിരിച്ചു പോകുന്നത് കണ്ടപ്പോൾ പ്രിയപ്പെട്ടവരെ, ആ ദീർഘദർശിത്വത്തെ ഞാൻ ഏറെ അഭിനന്ദിക്കുന്നു. കഴിഞ്ഞ ദിവസം ഒരു കല്യാണ വീട്ടിൽ വെച്ച് ദീനീ സ്നേഹി അല്ലാത്ത കുറച്ച് ചെറുപ്പക്കാർ എൻ്റെ അടുത്ത് വന്ന് ചോദിച്ചു, അല്ല നമുക്കും എന്തെങ്കിലും ചെയ്യണ്ടേ? ഈ നാട്ടിലുള്ള ഈ ഷിയാബ് തങ്ങൾ ഡയാലിസിസ് സെൻ്ററിൻ്റെ പ്രവർത്തകന്മാർ ഇങ്ങനെ ആളുകളെ സേവിക്കുമ്പോൾ നമുക്കും എന്തെങ്കിലും ചെയ്യണ്ടേ എന്ന് പറയുമ്പോൾ സമസ്ത മേഖലയിലെ ജനങ്ങളിലേക്കും നിങ്ങളുടെ പ്രവർത്തനം എത്തിയിട്ടുണ്ട്. തീർച്ചയായും ഇവിടെ നേരത്തെ ടി ഇസ്മായിലും പുന്നക്കലും ബംഗ്ലത്തുമൊക്കെ പറഞ്ഞത് ദൈവത്തിൻ്റെ അനുഗ്രഹം എന്നാണ്. പക്ഷെ കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ഉടനെ ഒരു ഫീച്ചർ വരികയുണ്ടായി. പലരും ജയിച്ചു കയറി വന്നപ്പോൾ അതിനെക്കുറിച്ച് പറഞ്ഞത്, അതിൽ വന്നത് സാന്ത്വന പരിപാലന മേഖലയിൽ ജനകീയ സേവന രംഗത്ത് പ്രവർത്തിച്ച ആളുകളാണ് മുഴുവനും ജയിച്ചു കയറി വന്നത്. എന്നെപ്പോലെ പ്രസംഗിച്ച് നടക്കുന്ന ആളുകൾ ആരും ജയിച്ചു കയറിയിട്ടില്ല. ഭൂമിക്ക് താഴെ വെച്ച് തന്നെ നമുക്ക് അനുഗ്രഹം ലഭിച്ചേക്കാം. പിന്നീട് നിയമസഭയായാലും പാർലമെൻ്റ് ആയാലും ആരും വെറുങ്ങനെ പ്രസംഗിച്ച് നടന്നവരാരും തന്നെ ജനങ്ങൾ അവരെ സഹായിച്ചിട്ടില്ല. തിരിച്ചും നിമിത്തം എന്ന നിലക്ക്, പ്രകൃതിയുടെ നിയോഗം എന്ന നിലക്ക് തന്നെ ദൈവത്തിൻ്റെ നിയോഗമായാലും നിങ്ങൾക്ക് അനുഗ്രഹം ലഭിക്കുമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക് നന്ദി ചെയ്യുന്നു.